ഇടുക്കിയിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ആദിവാസി ദമ്പതികളുടെ കുഞ്ഞ് മരിച്ചതിൽ പ്രതിഷേധം ശക്തം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഉപവാസ സമരം നടത്തി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് നവജാത ശിശു മരണപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും ദേശീയവാദ അട്ടിമറിച്ച് വികസനമില്ലാതാക്കുന്ന BJPക്കെതിരെയും അതിന് കൂട്ടുപിടിക്കുന്ന LDF സർക്കാരിനെതിരെയുമാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത്. സമരം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുകയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്തി പണിയെടുപ്പിക്കുകയും വേണം. അല്ലാത്തപക്ഷം രാജിവെച്ചൊഴിയണമെന്നും CP മാത്യു പറഞ്ഞു. എന്താ വകുപ്പ്? കേരളത്തിലെ ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് മന്ത്രിയാണെങ്കിൽ ആരോഗ്യത്തിന് പണി നോക്കണം, ആരോഗ്യവകുപ്പിനെ ശ്രദ്ധിക്കണം, DMOമാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം, തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തി പണിയെടുപ്പിക്കാൻ കഴിയണം. അല്ലാത്തവർ രാജിവെച്ചൊഴിയണം എന്നതാണ്. കേരളത്തിലെ ആരോഗ്യമേഖല തകർന്നടിഞ്ഞെന്നും പാവപ്പെട്ടവരെ കൊല്ലുകയാണ് ഇടത് സർക്കാർ എന്നും അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും KPCC വക്താവ് ജിൻഡോ ജോൺ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ഷിൻസ് ഏലിയാസ്, അഡ്വക്കേറ്റ് ജോബി ചെമ്മല, അസംബ്ലി പ്രസിഡന്റ് അനിൽ കനകൻ, മണ്ഡലം പ്രസിഡന്റ് അലൻ നിതിൻ സ്റ്റീഫൻ തുടങ്ങി നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.